നിരാഭരണത്വം അല്ലെങ്കിൽ ആഭരണം വർജിക്കണമെന്ന ഒരു വാക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടില്ല. അതിൽ നിന്ന് തന്നെ അടിസ്ഥാനപരമായിട്ട് അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ചെയ്ത ഒരു കാര്യം ഇന്നും സഭ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ആചാരം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യം എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഭരണം ഉപയോഗിക്കാതിരിക്കുന്നു. നല്ല കാര്യം, അതിനൊന്നും തടസ്സമില്ല. മത്സ്യം പറയുന്നുണ്ട് ആ കാര്യം. IPCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതില്ല, പക്ഷെ ഇത് ധരിക്കാതിരിക്കുന്നത് നല്ലത്. ഈ ആഭരണം പറയുന്ന പാർട്ടികൾ സ്ത്രീകളുടെ അവിടെ ലെഗിൻസ് ബ്ലേഡ് കൊണ്ട് കീറിക്കള, അവിടെ തൊടയിൽ ബ്ലേഡിന് വലിയെന്നൊക്കെയാ പറയുന്നത്. അതെ, പരസ്യമായിട്ട് പ്രസംഗിക്കുക. അത് കേട്ട് കുറെ പേര് ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു. ഉപ്പിയാക്ക് പോലെ ഇരിക്കുന്നുണ്ടല്ലേ അവളെ ബൈക്കിന്റെ പുറകെ വെച്ചോണ്ട് പോകാന്ന്. സ്ത്രീ വിരുദ്ധത. ഒരു സ്ത്രീയെ 15 സെക്കൻഡ് പോയിന്റ് ചെയ്ത് നോക്കിയാൽ 3 വർഷം തടവും 5000 രൂപ പിഴയുമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് പാസ്സായിരിക്കുന്ന നിയമമാണ്. ആ സ്ത്രീയെക്കുറിച്ചാണ് മോശമായിട്ട് പ്രസംഗിക്കുന്നത്. ഇതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. പരസ്യവേദികളിൽ വളരെ മോശമായിട്ട് ഈ സ്ത്രീകളെ അവഹേളിച്ച് പ്രസംഗിക്കുന്ന ഒരു രീതി നമ്മുടെ പല പ്രസംഗകരിലുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ കൂടെയുള്ളത് റസൽ സാർ, KN റസൽ, ക്രൈസ്തവ ചിന്ത പത്രത്തിൻ്റെ പത്രാധിപരാണ്. ഞാൻ സാംകുട്ടി ചാക്കോ നിലമ്പൂർ, ഹാലലിയ പത്രത്തിൻ്റെ എഡിറ്ററാണ്. സമീപകാലത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ, പെന്തക്കോസ്ത് സമൂഹത്തിൽ, ക്രൈസ്തവ സമൂഹത്തിൽ വലിയ ഒരു ചർച്ചയായി മാറിയ ഒരു കാര്യമാണ് നിരാഭരണത്വം അല്ലെങ്കിൽ ആഭരണ വിരോധം. പെന്തക്കോസ്ത് സഭകൾ എന്തുകൊണ്ട് ആഭരണം വർജിച്ചിരിക്കുന്നു? പെന്തക്കോസ്ത് സഭകൾ ആഭരണ വർജനം നടത്തിയത് തെറ്റായിപ്പോയോ? അതൊരു അബദ്ധമായിരുന്നു? ഇതിന് മുഖാന്തരമായത്, ഈ ചർച്ചയ്ക്ക് മുഖാന്തരമായത് റവറൻഡ് ഡോക്ടർ KC ജോണുമായിട്ട് മരുപ്പച്ചയുടെ പത്രാധിപരായിരിക്കുന്ന അച്ചൻകുഞ്ഞെലന്തൂരും ഞാനും ചേർന്ന് ഒരു അഭിമുഖ സംഭാഷണം നടത്തി. 12 എപ്പിസോഡുകൾ ഉള്ള ഒരു പരമ്പരയാണ് ഹാലലിയ ന്യൂസിൽ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സംഭാഷണങ്ങൾക്കിടയിൽ അവിചാരിതമായി ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു വിഷയമല്ല. സംഭാഷണ മധ്യത്തിൽ സമുദായ സഭകളിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചുവെങ്കിലും അവരിൽ പലരും പെന്തക്കോസ്ത് സഭകളിലേക്ക് വരുന്നതിന് തടസ്സമായി മാറിയത് ആഭരണവർജനം പെന്തക്കോസ്തുകാർ പിന്തുടരുന്നത് കൊണ്ടാണ്. അവർക്ക് പലർക്കും ഈ സഭകളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് വരാനോ സാധിക്കാതിരുന്നത് എന്ന് പാസ്റ്റർ KC ജോൺ ഭംഗ്യന്തരേണ പറഞ്ഞു. അദ്ദേഹം ഒരിക്കലും എല്ലാവരും ഇനി മുതൽ ആഭരണം ഇടണമെന്നോ അല്ലെങ്കിൽ അതാണ് IPC എടുക്കേണ്ട തീരുമാനമെന്നോ പെന്തക്കോസ്തുകാർ എടുക്കേണ്ട തീരുമാനമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. ഒരു കൾച്ചറലായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ സഭ പിന്തുടർന്നു വരുന്ന ഒരു പാരമ്പര്യം, അതുമൂലം നിരവധി ആളുകൾക്ക് സഭയിലേക്ക് വരാൻ തടസ്സമുണ്ടായി. ഈ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ആ വിഷയം മാത്രം, ആ ഒരു എപ്പിസോഡ് മാത്രം വല്ലാതെ വൈറലാകുകയും നൂറുകണക്കിന് ആളുകൾ അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ ഇടുകയും ധാരാളം യൂട്യൂബേഴ്സും മറ്റ് പല സംവിധാനങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ ഇതൊരു വലിയ ചർച്ചയായി മാറി. അതിലേറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത്, പരിണിതപ്രജ്ഞനായ കഴിഞ്ഞ 50-ലധികം വർഷം കേരളക്കരയിലും ലോകമെങ്ങും സുവിശേഷ പ്രചരണം നടത്തുകയും 10,000-കണക്കിന് ആളുകളെ വിശ്വാസ സ്നാനത്തിലേക്ക് നയിക്കുകയും ചെയ്ത അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പെന്തക്കോസ്ത് സമൂഹത്തിന് നൽകിയ സംഭാവനകൾ അതുല്യമാണ്. എന്നാൽ ആ ദൈവദാസനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അത് എന്തുമാകട്ടെ, ആ ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാനും വിമർശിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ അത് ചെയ്യുവാൻ അവകാശമുണ്ട്. അപ്പോൾ തന്നെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളെന്ന് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. എന്നാൽ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഈ പെന്തക്കോസ്ത് സമൂഹം പിന്തുടരുന്ന നിരാഭരണത്വം, ആഭരണ വിരോധം, അതെത്രത്തോളം പ്രായോഗികമാണ് ഇനിയുള്ള കാലത്ത്. രണ്ടാമത്, അതിൻ്റെ ബിബ്ലിക്കൽ അടിത്തറയെക്കുറിച്ച് നമുക്കുള്ള ബോധ്യം എന്താണ്. മൂന്നാമത്, ഈ ആഭരണ വിരോധ കാര്യം തന്നെ 2 രീതിയിൽ, അതായത് ഇതൊരു ഒരു ഭാഗത്ത് ആഭരണത്തെ എതിർക്കുമ്പോൾ മറുഭാഗത്ത് ആഭരണത്തെ അനുകൂലിക്കുന്ന ഒരു വലിയ കൂട്ടമാണ് ഈ പെന്തക്കോസ്ത് സമൂഹം, കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം. അപ്പോൾ ഈ വൈരുദ്ധ്യം ഒക്കെ ഇതിനകത്ത് നിൽക്കുന്നു. അത് എങ്ങനെ നമുക്കിതിനെ ചർച്ച ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത് എന്തൊരു നിലപാട് നമുക്കിതിനകത്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. അപ്പോൾ ഇതിനകത്ത് ഖണ്ഡിതമായിട്ട് ഉള്ള അഭിപ്രായങ്ങളൊന്നും പറയുവാൻ ഞങ്ങൾ ആളല്ല.
ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നു. റസൽ സാറിൻ്റെ അഭിപ്രായങ്ങളോട് എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ടാകാം. എൻ്റെ അഭിപ്രായങ്ങളോട് സാറിന് വിയോജിപ്പുണ്ടാകാം. ഈ കാര്യങ്ങൾ ഞങ്ങൾ തുറന്ന് ചർച്ച ചെയ്യുകയാണ്. പ്രേക്ഷകർക്ക് ഇതിൽ പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടാകാം. എന്തായാലും ആരോഗ്യകരമായ ഒരു ചർച്ച, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ എനിക്ക് റസൽ സാറിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, സാറ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ, അതായത് IPCയിലെ ആലുവ സെൻറ്ററിലെ ഒരു സഭയിലെ മെമ്പറാണ്. ഓക്കെ, സാറ് കൂടുന്ന ആരാധിക്കുന്ന ആ സഭ, ആ സെൻറ്ററിലെ ഒരു IPC സഭയിൽ സാർ ആരാധിക്കുമ്പോൾ സാറിൻ്റെ ഭാര്യ ദീർഘനാളുകളായിട്ട് ആഭരണം ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ്. സാർ അവിടെ ആരാധിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ആൻറ്റിക്ക് തിരുവത്താഴം കൊടുക്കുന്നതിന് സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? സഭയുടെ നിലപാട് ആ കാര്യത്തിൽ എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ കാര്യത്തിലുണ്ടോ? അല്ല, ഈ കാര്യം ഓമൻ ടീച്ചറുമായിട്ട് ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട് വീട്ടിൽ. അപ്പോൾ അദ്ദേഹം KC ജോണിൻ്റെ അഭിപ്രായത്തോട് തന്നെയാണ് പുള്ളിക്കാരിക്ക് അഭിപ്രായമുള്ളത്. പുതിയ നിയമസഭയിൽ ആഭരണം പാടില്ല, വർജിക്കണമെന്ന് അസന്നിഗ്ധമായ ഒരു പ്രഖ്യാപനം കർത്താവ് നടത്തുകയോ സ്ലീഹന്മാർ പറയുകയോ അത് ആലേഖനം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പുള്ളിക്കാർ വരാൻ തയ്യാറാണ്. അതാണ് പുള്ളിക്കാരുടെ നിലപാട്. അടുത്ത നിലപാടെന്ന് പറയുന്നത്, ഈ വളരെ ചെറിയ രീതിയിലുള്ള ഒരു മുത്തും ഒരു ചെറിയ മാലയിടുന്നില്ല, വളരെ ലൈറ്റായിട്ടുള്ളത്. അടുത്ത് നിന്ന് നോക്കിയാൽ അത് കാണത്തുള്ളൂ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ ആഭരണം ധരിക്കുമ്പോൾ അവൾക്ക് സ്വയം ഞാൻ കണ്ടാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലായിട്ടൊരു പ്രശ്നം അതിനകത്തുണ്ട്. ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നമുണ്ട്. കാരണം സ്ത്രീകളെല്ലാം സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് തലമുടി ചീകി ഒരുക്കി നല്ല സാരി കൊടുത്ത് നല്ല നിലയിൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ കൈയൊക്കെ നെഖത്തിൽ ക്യൂടെക്സ് ഒക്കെ അടിക്കുക എന്ന് പറയാൻ അവരുടെ മാനസികമായ ഒരു രീതി അതാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നന്നായിട്ട് ഒരുങ്ങി നടക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ അവകാശമാണ്. അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. വികൃതമായ രീതിയിൽ ചില വേഷവിധാനങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ കരുതിയാൽ കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ എല്ലാം കൂടെ കൂടിയാൽ ഒരു 2000 രൂപയുടെ സാധനം 3000 രൂപയുടെ സാധനം പുള്ളിക്കാർ ഉപയോഗിക്കുമ്പോൾ അത് എൻ്റെ ഭാര്യ തന്നെ പൊക്കി പറയുമല്ല, ഇപ്പോഴും അല്ലെ 1 ലക്ഷത്തിന് മേൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ആളാണ്. അതെ, പെൻഷൻ വാങ്ങുന്ന ആൾ. അപ്പോൾ സാലറി എത്ര ഉണ്ടാണെന്ന് ചിന്തിച്ചോണം. ആ പുള്ളിക്കാരി അടുത്ത നാളിൽ വരെ ഉപയോഗിച്ചുകൊണ്ടത് 250 രൂപയുടെ കോട്ടൺ സാരിയാണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു കൊടുക്കാൻ പറ്റിയ എത്ര സാരി ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഈ അടുത്ത നാളിൽ ഒരു കല്യാണത്തിന് പോയി വാതിരപ്പള്ളിയിൽ. അപ്പൊ കാത്തലിക്സിന്റെ കല്യാണം ചിലപ്പോൾ അവർ സെൽക്ക് സാരി കൊടുത്തോണ്ടാ വന്നത്. ഈ പുള്ളിക്കാരി ഇങ്ങനെ ഒരു കോട്ടൺ സാരി കൊടുത്ത് നിൽക്കുന്നുണ്ടപ്പോൾ ഞങ്ങളുടെ മകൻ പറഞ്ഞു, ഇനി ഒരു നല്ല സാരി മേടിക്കാതെ കല്യാണത്തിന് അമ്മയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, പൊതു ഫംഗ്ഷന്. അങ്ങനെയാണ് ഇപ്പൊ 2 സിൽക്ക് സാരി മേടിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ലളിതമായ വസ്ത്രധാരണം, ലളിതമായ ജീവിതശൈലി, മറ്റെല്ലാ നിലകളിലും ലളിതമായ ഇടപെടലുകൾ. പക്ഷെ അതുകൊണ്ട് അതിനേക്കാൾ അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു കടുക്കനും ഒരു മാല ഇട്ട് എന്ന് പറഞ്ഞാൽ അതൊരു അനാത്മീയതയായിട്ടോ സ്വർഗത്തിൽ പോകാൻ തടസ്സമുണ്ടോ ഞാൻ കാണുന്നില്ല. അതാണ് പുള്ളിക്കാരി ഇത് ചെയ്യാൻ കാരണം. എന്റെ ചോദ്യം അതല്ല, ഈ ആഭരണം ഇട്ടിട്ട് അത് IPC സഭയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല, അവിടെ ഈ പുള്ളിക്കാരി ഉൾപ്പെടെ 3 സ്ത്രീകൾ ആഭരണം ഉപയോഗിക്കുന്നുണ്ട്, ചർച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ അവര് പ്രായം കുറഞ്ഞ 3 ഫാമിലികൾ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ കർത്തൃമേശ എടുക്കാറുണ്ട്. ഇനി കർത്തൃമേശ എടുക്കാൻ പാടില്ല എന്ന് പാസ്റ്റർ പറഞ്ഞാൽ കർത്തൃമേശ എടുക്കുകയല്ല, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ വരുന്ന അമേരിക്കൻ IPC കോൺഫറൻസിലും നാട്ടിലെ കോൺഫറൻസുകളിലും പുള്ളിക്കാർ തന്നെ പറയാറുണ്ട്, IPCയുടെ ഒരു നിയമം അവരങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നാട്ടു നടപ്പെന്ന് പറയുന്ന പോലെ IPCയിൽ ആഭരണം ധരിക്കുന്നവർക്ക് കർത്തൃമേശ കൊടുക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ പുള്ളിക്കാർ ചെയ്യല്ല, എടുക്കത്തില്ല. ഏജിയിലെ പ്രശ്നങ്ങളില്ല, എടുക്കാറില്ല. എന്നാൽ ഞങ്ങളെ ചർച്ചിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ ഇനി പാസ്റ്റർ പറയുവാണ്, ഇവർ 3 പേര് ആഭരണം എടുക്കണ്ട, അല്ല കർത്തൃമേശ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണ്ടെന്ന് പറയാൻ എടുക്കില്ല. അത്രേ ഉള്ളൂ. അല്ല വേറെ കാര്യമൊന്നും. എന്നാലും ആഭരണം മാറ്റണമെന്നില്ല. ഇല്ല, അത് മാറ്റുന്ന പ്രശ്നമില്ല. അതിനാരും ആലോചിക്കേണ്ട അതിനെ കുറിച്ച്. ഇല്ല. അപ്പൊ വേറെ കാര്യമുണ്ട്, 50,000 രൂപയുടെ ചുരിദാറും ഇല്ല, 20,000 രൂപയുടെ സിൽക്ക് സാരിയും ഇല്ല, ക്യൂട്ടക്സി മറ്റേ പരിപാടികളൊന്നുമില്ല, റോളക്സ് 1 ലക്ഷം രൂപയുടെ വാച്ചിന്റെ കയ്യിലൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ആ സിമ്പിൾ ലൈഫ് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അല്ല, ഈ പ്രധാനമായി ഇനി വേറെ കാര്യമുണ്ട്. ഇപ്പൊ ആർക്ക് വേണ്ടി ബാധിക്കില്ല, ആ പുള്ളിക്കാർക്ക് മാറ്റണേ മാറ്റി എനിക്ക് തടസ്സമൊന്നുമില്ല കേട്ടോ. ഇത് അത്യാവശ്യമുള്ള സാധനമല്ല. അപ്പം ഇതിനകത്ത് അടിസ്ഥാനപരമായ ഒരു വിഷയം, ഈ IPCയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ വിവാദങ്ങൾ ഉണ്ടായത്. അല്ലെങ്കിൽ പാസ്റ്റർ KC ജോൺ പറഞ്ഞു എന്നുള്ളതാണ് വിവാദ കാരണം.
പക്ഷേ KC ജോൺ അല്ലാതെ തന്നെ IPCയുടെ ഇപ്പോഴത്തെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ വത്സൻ എബ്രഹാം വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. IPC സംബന്ധിച്ചിടത്തോളം വ്യവസ്ഥാപിത പെന്തക്കോസ്ത് സഭകളെ, കേരളത്തിലെ സഭകളെ സംബന്ധിച്ചിടത്തോളം ആഭരണ വർജനമാണ് ആ സഭകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോളിസി. It was for simple lifestyle, but it was never a doctrine of IPC. അത് ഒരു ലളിത ജീവിതത്തിന്റെ ഭാഗമാണ്, IPCയുടെ ഉപദേശം ആയിരുന്നില്ല. It is never a doctrine of IPC. It has never been recorded in the Constitution or the Articles of Faith or bylaws. തീർച്ചയായും ഒന്നിലധികം വീഡിയോകൾ ഇപ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അതെ, ഫിലിപ്പി തോമസ് പാസ്റ്റർ ആഭരണം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ സ്കൂൾ ഓഫ് തിങ്കിങ്ങിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ്. ഇപ്പോഴാണെന്ന് എനിക്കറിയില്ല, പണ്ടങ്ങനെയായിരുന്നു. അതെ. അപ്പൊ ഫിലിപ്പി തോമസ് പാസ്റ്റർ ഒരു ഓർത്തഡോക്സ് പെന്തക്കോസ്തിന്റെ വക്താവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും എഴുത്തും ഒക്കെ അങ്ങനെ നമ്മൾ അതിനെ ബഹുമാനിക്കണം. അദ്ദേഹത്തെ ആദരവോടുകൂടെ പറയുമ്പോൾ തന്നെ അദ്ദേഹവും പാസ്റ്റർ വത്സൻ എബ്രഹാമും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം, വേണമെങ്കിൽ ആ ക്ലിപ്പ് നമുക്ക് ഇതിന്റെ ഇടയിൽ ഒന്ന് കാണിക്കാം. അപ്പം ആ ഫിലിപ്പി തോമസാരും പാസ്റ്റർ വത്സൻ എബ്രഹാമും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ഇതൊരു കൾച്ചറൽ കാര്യം മാത്രമാണ്, അല്ലെങ്കിൽ സഭയുടെ ഒരു ഉപദേശമായിട്ട് എടുക്കുവാൻ സാധിക്കത്തില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ IPC എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരൻ, അതാണല്ലോ നമ്മുടെ പൈനിയേഴ്സ്, ആ പിതാക്കന്മാർ പാസ്റ്റർ KE എബ്രഹാം, TG ഉമ്മൻ, PM ഫിലിപ്പ്, അല്ലെങ്കിൽ കുന്നത്തുങ്കര കുട്ടിയച്ചൻ തുടങ്ങിയ ഒന്നാം നിര ലീഡേഴ്സ്, ഇവർ ചേർന്ന് IPCക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ മറ്റെല്ലാ വിഷയങ്ങളും, അതിനകത്ത് നാടകം, സിനിമ പോലെയുള്ള കാര്യങ്ങളെ പോലും എന്ത് ചെയ്തിരുന്നുണ്ട്, പാടില്ല എന്ന് പറയുന്നുണ്ട്. അതെല്ലാം പറയുന്നുണ്ട്. IPCയുടെ ഭരണഘടനയിൽ നാടകം കാണുന്നതിനെ പോലും വിലക്കുന്നുണ്ട്. അതേ ഭരണഘടനയിൽ ആഭരണ വിഷയത്തിൽ നിശബ്ദത പാലിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നേതാക്കന്മാർ, അന്നത്തെ പിതാക്കന്മാർ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു സഭ സ്ഥാപിച്ച ആ പിതാക്കന്മാർക്ക് എത്ര വലിയ ദീർഘദർശനത്തോടെയാണ് അവർ ആ കാര്യത്തെ കണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സാങ്കുട്ടി, അതിനകത്ത് ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യം, ബൈബിൾ പറഞ്ഞാൽ പുതിയ നിയമത്തില്ല, മറ്റേ കരവേലകത്തിന്റെ ചവിട്ടി കുഴിച്ചിട്ട കാര്യം അവിടെ കിടക്കട്ടെ, അത് പലതും യഹൂദന്മാരുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അങ്ങ് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പരിച്ഛേദന കേൾക്കണം എന്നിവരെ. പഴയ നിയമം നിങ്ങൾ കേൾക്കുമ്പോൾ ആഭരണം കുഴിച്ചിട്ട കാര്യം മാത്രമല്ല, സുന്നത്ത് കല്യാണം നടത്തുന്നത് അതോടെ നിൽക്കട്ടെ. ഈ പിതാക്കന്മാര് എന്ന് പറയുന്നത് അവര് ബൈബിൾ വായിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. അതെ, കാരണം പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ഉപദേശം, അടിസ്ഥാനപരമായ ഉപദേശം ഇല്ലാത്തത് കൊണ്ട് ആഭരണം, അതാണ് അതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നാടകം പോലെയുള്ള കാര്യങ്ങൾ വരെ എതിർത്ത ഒരു സമൂഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ ഈ നിരാഭരണത്വം അല്ലെങ്കിൽ ആഭരണം വർജിക്കണമെന്ന ഒരു വാക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടില്ല. അതിൽ നിന്ന് തന്നെ അടിസ്ഥാനപരമായിട്ട് അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ചെയ്ത ഒരു കാര്യം ഇന്നും സഭ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ആചാരം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യം എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഭരണം ഉപയോഗിക്കാതിരിക്കുന്നു. നല്ല കാര്യം, അതിനൊന്നും തടസ്സമില്ല. മത്സം പറയുന്നുണ്ട് ആ കാര്യം. IPCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതില്ല, പക്ഷേ ഇത് ധരിക്കാതിരിക്കുന്നത് നല്ലത്. അത് അങ്ങനെ ചിന്തിച്ചാൽ മതി. അതിനെ അങ്ങനെയാണ് പറയേണ്ടതും. ഒരാളെ നിർബന്ധിച്ച് ആഭരണം ഊരിക്കുക, നിർബന്ധിച്ച് ആഭരണം ഇടിക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റായ കാര്യമാണ്. സാങ്കുട്ടി, അതേക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ ആഭരണത്തെ കുറിച്ച് നമ്മൾ പറയും, ഇതൊരു ആചാരത്തിന്റെ ഭാഗമാണ്. ആചാരം പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ഇപ്പം നമ്മള് ലോകവ്യാപകമായിട്ട് 60 കോടി പെന്തക്കോസ്തരുണ്ടെന്നാണ് ഒരു കണക്ക് നമ്മൾ കേൾക്കുന്നത്. അത്രമാത്രം ശരി, പല സ്വതന്ത്ര ഗ്രൂപ്പുകളാണല്ലോ, ചർച്ച പോലെ അല്ലല്ലോ, നമ്മൾ 60 കോടി കണ്ടേക്കാം. അതിൽ ഈ ആഭരണ വർജനം വേണമെന്ന് വാശി പിടിക്കുകയും വഴക്കുണ്ടാക്കുകയും സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ കിടന്നുകൊണ്ട് തലതല്ലി കയറുകയും ചെയ്യുന്ന ഈ പാർട്ടികളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഒരു 3 കോടി IPCക്കാർ കാണും. അല്ല, 3 കോടിയില്ല, 3 ലക്ഷം. ഈ 3 ലക്ഷം പേര് മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ. അതോ ഇവർ മാത്രമാണ് വിശുദ്ധന്മാര്? നമ്മൾ ആഫ്രിക്കക്കാരെ കാണാം, അവരുടെ വസ്ത്രധാരണം എന്തോ, അവർ തരുന്ന ആഭരണം. അപ്പൊ ഇത് ഒരു ആചാരത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു കൾച്ചർ. ഞാൻ കേരളത്തിൽ തന്നെ നോക്കാം, നമ്മുടെ കേരളത്തിന്റെ ആളുകളുടെ സംസ്കാരം തമിഴ്നാട്ടിൽ ചെന്നാൽ, ഞാൻ ഡോക്ടർ ജോൺ താനിക്കലിന്റെ ആശ്രമത്തിൽ അതിന്റെ മാനേജറായിട്ട് 2 വർഷം ജോലി ചെയ്താണ് കുമളിയില്. അവിടെ മാസികങ്ങൾ നടക്കാറുണ്ട്, തമിഴ് കമ്പം സെക്ഷന്റെ അസംബ്ലീസ് ബോർഡിന്റെ. ഒരു 150-200 വിശ്വാസികളുടെ ആരാധനയ്ക്ക് അവിടെ വരാറുണ്ട്. ഫ്രീ ആയിട്ട് ഞങ്ങൾ ഹോൾ കൊടുക്കുമായിരുന്നു ക്രിസ്ത്യൻ യോഗങ്ങൾക്കും.
ഇവരെല്ലാവരും ചെറിയ രീതിയിലുള്ള ആഭരണം ഇട്ടുകൊണ്ടാണ് വരുന്നത്. അത് പക്ഷേ നമ്മളെക്കാൾ നന്നായിട്ട് ജീവിക്കാൻ നമ്മൾ ആരാധിക്കുന്നതിനേക്കാൾ ഒരു ആരാധന ഞങ്ങൾ ജനലെ കൂടെ വെളിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്, ഇവരുടെ വർഷിപ്പ്. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഹൃദയവും ദൈവവുമായിട്ടുള്ള ബന്ധം, വിശുദ്ധ ജീവിതം, ധാർമ്മികത, സത്യവും നേരും ധർമ്മവും പുലർത്തുന്ന ഒരു ജീവിതം, അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിച്ചിരി വില കൂടി, ഞാൻ ആദ്യം പറഞ്ഞു ടീച്ചർ വില കുറച്ച വസ്ത്രം ധരിക്കുന്നു പറഞ്ഞാൽ വില കൂടിയ വസ്ത്രം ധരിക്കാൻ രാഷ്ട്രീയം ധരിച്ചോട്ടെ, അത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇത് ഒരു ആചാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായത്. നമ്മൾ എന്തിനാവശ്യമില്ലാതെ കയറി പിടിക്കുന്നത്? ഇതിൻ്റെ രസം കേൾക്കണം. അന്ന് അവിടെ പ്രസംഗിക്കാൻ വന്ന ആശുപത്രി പ്രസംഗിക്കാൻ വന്ന ഡോക്ടർ സി സക്രിയ, തമിഴ്നാട്ടിലെ ഏജിയുടെ നേതാവ്, ഒരു കപ്പടാ മീശക്കാരൻ, നമ്മുടെ വീരപ്പനക്കാർ ഭയങ്കര വീശ വെച്ചാണ് അവിടെ പ്രസംഗിച്ചത്. അപ്പൊ അത് പുരുഷത്വത്തിന്റെ പ്രതീകമായിട്ടായിരിക്കും അവരവിടെ കാണുന്നത്. നമുക്ക് മീശ പറിച്ചു പ്രസംഗിച്ചാൽ മതി എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ആന്ധ്രയിൽ ചെല്ലുമ്പോൾ വേറൊന്ന്, ഇത് ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ വേറൊന്ന്. ഏത് രാജ്യത്ത് ചെന്നാലും വ്യത്യസ്തമായ കൾച്ചർ, സംസ്കാരം വേറെ, ആരാധന, വിശുദ്ധ ജീവിതം, ബൈബിൾ ഉപദേശങ്ങൾ വേറെ, രണ്ടും രണ്ടായിട്ട് കാണണം. ഇപ്പൊ നമ്മൾ ധരിക്കുന്ന പോലത്തെ വസ്ത്രം ആഫ്രിക്കക്കാരനോട് ധരിച്ചാൽ പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ മുണ്ടെടുത്ത് വരുന്ന പോലെ നമ്മുടെ തന്നെ തുടക്കത്തിൽ ഈ വട്ടക്കഴുത്തേ പറ്റത്തുള്ളായിരുന്നു, കോളർ വെക്കാൻ പറ്റത്തില്ലായിരുന്നു, വെള്ള വസ്ത്രമേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പം എല്ലാവരും കളർ വസ്ത്രം. ഈ കളറുകളെല്ലാം ഉണ്ടാക്കി ദൈവമാണ്, പിന്നെ അത് കിടക്കട്ടെ, അതിന് വെള്ള വസ്ത്രത്തെ കയറി പിടിച്ചാൽ അത് വേറെ വശം. അല്ല, നമ്മൾ അങ്ങനെ ഈ ഓരോ കാലഘട്ടത്തിൽ വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളായി, ലാളിത്യത്തിൻ്റെ മാനദണ്ഡങ്ങളായി വിവിധ വസ്ത്രരീതികളും അല്ലെങ്കിൽ പലതരത്തിലുള്ള മനുഷ്യൻ്റെ ഒരുക്കത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പല നിലകളിലാണ് അതിനെ കണ്ടിരുന്നത്. നമ്മൾ 50 വർഷം മുമ്പ് കഴിച്ച ഭക്ഷണമാണെന്ന് കഴിക്കുന്നത് അല്ല, ഒരിക്കലും അല്ല. അത് ഇന്ന് കഴിക്കാൻ പറ്റുമോ നമുക്ക്? ഒരു 25 വർഷം മുമ്പ് കഴിച്ച ഭക്ഷണമാണോ? ഇനി പോട്ടെ, 5 വർഷം മുമ്പ് കഴിച്ച ഭക്ഷണമല്ലല്ലോ. ഇനി നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ രീതി പോലും മാറിപ്പോയി. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ സ്റ്റൈൽ അന്നത്തെ അല്ലല്ലോ ഇന്നത്തെ. നമ്മുടെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും, നാട് നന്നാകുമ്പോഴും നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോഴും നമ്മളും ജീവിത ശൈലിയിലും ഒക്കെ മാറ്റം വരും. പക്ഷെ മാറ്റം വരാത്ത ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചും ഈ നമ്മുടെ പ്രിയ സഹോദരന്മാർ പറയുകയാണ്, നേരും സത്യസന്ധതയും ധാർമ്മികതയും വിശുദ്ധ ജീവിതവും ബൈബിൾ ഉപദേശങ്ങളും പാലിക്കുന്നതിലും ലേശം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അടിസ്ഥാന പ്രമാണങ്ങൾ, പെന്തക്കോസ്തിന്റെ അടിസ്ഥാന ഉപദേശ പ്രമാണങ്ങളുണ്ട്. ആ ഉപദേശ പ്രമാണങ്ങളിൽ ഒന്നും ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അല്ല, ഈ ആഭരണത്തിന്റെ പ്രശ്നം പറഞ്ഞ് കളിക്കുന്നവരൊക്കെ എന്തെല്ലാം രാഷ്ട്രീയം കളിക്കുന്ന ആളുകളാണ്. അല്ല, സഭയ്ക്കകത്ത് പരസ്പരം സഭ 2 തട്ടിലായി നിൽക്കുന്നു, 2 ഇലക്ഷൻ നടത്തുന്നു, 2 കൗൺസിൽ ഉണ്ടാക്കുന്നു, പരസ്പരം പോര് വിളിച്ച് ഈ കേരളത്തിലെ കോടതികളിൽ തൊട്ട് ആന്ധ്രയിലെ കോടതിയിൽ തൊട്ട് അങ്ങ് സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തുന്ന ഒരു സമൂഹമാണ് ഈ ഒരു ആഭരണത്തിന്റെ പേര് പറഞ്ഞ് പിന്നെ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് വെള്ള വസ്ത്രം ധരിച്ച് ഈ കുമ്പളങ്ങ പോലെ മൊത്തം മീശയും പഠിച്ചു എന്നെ പോലെ കുമ്പളങ്ങ ദേശം പഠിച്ചു കഴിഞ്ഞ് വെള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, കയ്യിൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധനായി എന്ത് തെമ്മാടിത്തരം കാണിക്കാം. തെമ്മാടിത്തരം എന്ന് തന്നെ പറയാം, അത് പ്രിന്റിംഗ് ഭാഷ തന്നെയാണ്, അച്ചടി ഭാഷ തന്നെയാണ്, എന്തും കാണിക്കാം. എന്നാൽ ഒരാള് എന്തെങ്കിലും ഒരു വസ്ത്രധാരണത്തിലോ വല്ല അല്പം മികവ് കാണിക്കുകയോ ഒക്കെ ചെയ്ത വലിയ പ്രശ്നങ്ങളാണ്. ഇനി അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, 49,000 ചുരിദാർ ആഗ്രയിൽ നിന്ന് മേടിച്ച ആളെ എനിക്കറിയാം, ഒരു വിശ്വാസി 49,000. കാരണം ആഗ്രയിൽ ഈ ചുരിദാറുകളുടെ ഏറ്റവും ഫാഷൻ സാധനങ്ങൾ കിട്ടുന്നൊരു സ്ഥലമാണ് ആഗ്ര. ടൂറിസ്റ്റുകൾ പോകുന്നതുകൊണ്ട് ഇഷ്ടംപോലെ കാശ് കണ്ടാനും പൈസ കൊടുത്തോട്ട് വാങ്ങാറുണ്ട്. അവിടുന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു പാസ്റ്റർ മകളുടെ കല്യാണത്തിന് 39,000 രൂപയുടെ ഫ്രോക്കാണ്. അതൊക്കെ കുറവാണ് സാറേ. ഇപ്പം അല്ല, ഞാൻ പറയുന്നത് 15 വർഷം മുമ്പുള്ള കല്യാണത്തിന്റെ കാര്യമാണ്. ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുത്തതാണ്. എന്നിട്ട് ഈ ഒരു മകളുടെ കല്യാണമാണ്. സത്യത്തിൽ ഒരു നേരം ഭക്ഷണം കൊടുക്കുന്ന കല്യാണത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ല ഭക്ഷണം തന്നെ ഉണ്ടെങ്കിൽ ആസ്തി കൊണ്ട് കൊടുക്കണം. അന്ന് ഈ മരണം കഴിഞ്ഞതിന് ശേഷം ശവക്കോട്ട ചെല്ലുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പോലെ ഒരു കവറിനകത്തിട്ട് ഒരു പഴം ഒരു സമൂസായും കൂടെ കൊടുത്താണ് വിട്ടത് കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ ഗൗണ് 35,000 അന്നത്തെ കാലത്ത്. അപ്പം ഇത് നമ്മൾ തേങ്ങ ചോരുന്നത് കാണുകയല്ല, എള്ളി ചോരുന്നത് കാണും. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. പറഞ്ഞ ആഭരണമാണ് നമ്മുടെ വിഷയം. ആഭരണത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഈ വീഡിയോ നീണ്ടുപോകും. പറ. ഓക്കെ, ആഭരണ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിന് മുമ്പ് സാർ ഈ വസ്ത്രധാരണത്തിൻ്റെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാതെ പോയാൽ ശരിയാകത്തില്ല. ഈ നമ്മുടെ നാട്ടിൽ ഈ സൽവാർ കമ്മീസ് പഞ്ചാബിൽ നിന്ന് വന്നത്, സൽവാർ കമ്മീസ് വന്ന കാലത്ത് ഈ പെമ്പിള്ളാർ വല്ലതും സൽവാർ കമ്മീസ് ഇട്ടാൽ അത് തന്നെ സൽവാർ കമ്മീസ് എന്ന് പറയുന്ന ഈ ഇപ്പോഴത്തെ ഈ ചുരിദാറിന്റെ ആദ്യ രൂപം. അപ്പം അത് ഈ സൽവാർ കമ്മീസ് ആദ്യമൊക്കെ നമ്മുടെ സഭകളിൽ അനുവദിക്കത്തില്ലായിരുന്നു.
എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈ പെൺപിള്ളാരെ മാത്രമാണ് ഈ കാര്യത്തിലെല്ലാം ശല്യപ്പെടുത്തുന്നത്, സ്ത്രീകളെ മാത്രമാണ്. എനിവേ അത് പോട്ടെ, ആഭരണ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ ഞാൻ പറഞ്ഞത് IPCയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടില്ലാത്ത ഉപദേശ വിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യം, ആ കാര്യം ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു നല്ല രീതിയായിട്ട് പിന്തുടരുന്നു എന്ന് പറയുന്നത് അവിടെ സാറിനറിയാവോ ഇത് എങ്ങനെ ആരംഭിച്ചതെന്നുള്ള കാര്യം? ഈ ആഭരണ നിരാഭരണത്വം എങ്ങനെ കേരളത്തിലെ ബ്രദറൻ പശ്ചാത്തലത്തിൽ നിന്നാണ് അത് വരുന്നത്. ബ്രദറുകാർക്ക് ഇത് കിട്ടുന്നത് യൂയോമയ സഭയെന്ന, അതായത് വിദ്വാൻ കുട്ടിയച്ഛൻ എന്ന് പറയുന്ന യൂസ്തൂസ് ജോസഫ് ആണ് ആദ്യമായിട്ട് ഈ നിരാഭരണത്വം കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ത്തിന് വെളിപ്പാടുണ്ടാകുന്നു, ഇന്ന ദിവസം യേശുക്രിസ്തു വരും, 5.5 വർഷം ഇവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ അഞ്ചരക്കാരെന്ന് വിളിക്കുന്നത്. 5.5 വർഷം കാത്തിരുന്നു. ആ കാലഘട്ടത്തിനിടയിൽ എല്ലാവരും അവരുടെ വസ്തുവകകൾ വിറ്റ് ആഭരണങ്ങൾ ഊരി ഇദ്ദേഹത്തിൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ, 1-2 പേരല്ല. അങ്ങനെ ഒരു സമൂഹമായിട്ട് അവരെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നതാണോ അതോ തമാശയ്ക്ക് പറയുന്നതാണ്? കർത്താവ് വരുമ്പോൾ ഒരിടത്തിലേക്ക് പറന്നു പോകുമ്പോഴേ ഈ മുണ്ട് പറഞ്ഞു പോകുമ്പോഴത്തേക്കും അടിവസ്ത്രം നല്ലത് തയ്പ്പിച്ചു വെച്ചെന്നാ പറയുന്നത്, അത് പോകാതിരിക്കാനായിട്ട്. എനിക്കത് അറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല. എനിവേ ഏതായാലും ഇത് സംഭവിച്ചു. ഇവരെ ആഭരണമെല്ലാം ഒഴിവാക്കി. ഈ 5.5 വർഷം ഇവർ ഈ പണം കൊണ്ടാണ് ഇവരെ ഉപജീവിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് എന്ത് ചെയ്യുക. അവസാനം ഈ 5.5 വർഷം കഴിഞ്ഞ് പറഞ്ഞ തീയതിയിലൊന്നും കർത്താവ് വന്നില്ല. പിന്നെ ഇവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇവർ ദരിദ്രാവസ്ഥയിലേക്ക് പോവുകയും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയൊക്കെ ചെയ്തു. ആ കാലത്ത് ഇവർ അന്ന് തൊട്ട് പിന്നീട് എന്ത് ചെയ്തിട്ടില്ല, അവർ ആഭരണം ഉപയോഗിച്ചിട്ടില്ല. പൈസ ഇല്ല, ഒന്ന് അവരുടെ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. പിന്നെ അത് മതത്തിൻ്റെ ഭാഗമാക്കി അവരെന്ത് ചെയ്തു, മാറ്റി. അപ്പം അതിനെയാണ് പിന്നീട് വന്ന ഉണർവിൽ ബ്രദറുകാർ ഏറ്റെടുക്കുന്നത്. ബ്രദറുകാർ ഏറ്റെടുത്തു. ബ്രദറിൽ നിന്ന് ആ വിയോജിത പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പെന്തക്കോസ്ത് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത്. അല്ലെങ്കിൽ രൂപപ്പെട്ടു വരുന്നത്, പെന്തക്കോസ്ത് വന്നത് വിദേശത്തു നിന്നാണെങ്കിലും അതിൻ്റെ പിന്തുടർച്ചക്കാരെല്ലാം, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ അതിലേക്ക് വന്നതെല്ലാം ഈ ബ്രദറൻ വേർപാട് പശ്ചാത്തലത്തിലുള്ളവരായിരുന്നു. അപ്പം അവരുടെ ആ ബ്രദറൻ വേർപാട് പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, ഇതിനകത്തോട്ട് വന്നു. അത് നമ്മുടെ ബൈബിൾ പഠനത്തിന് വ്യാഖ്യാനത്തിന് സമാഗമന കൂടാരവും അതും ഇതൊക്കെ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അത് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, നമ്മൾ പോകണ്ട. അത് ഒരു ചരിത്രം, അത് കറക്റ്റ്. അങ്ങനെയാണ് ഇതിനകത്തോട്ട് ഈ പിന്നെ നിരാഭരണത്വം വരുന്നത്. അല്ല, ഞാൻ ചോട്ടെ വേറെ കാര്യം, നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഈ സ്വർണ്ണ കണ്ണട വെക്കാം, നമുക്ക് സ്വർണ്ണ കണ്ണട വെക്കാവോ എന്ന്, സ്വർണ്ണ പല്ല് വെക്കാവോ, സ്വർണ്ണ വാച്ചോ, അത് റോളക്സിന്റെ മറ്റേ റാഡോയുടെ ഒക്കെ 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷത്തിന്റെ വാച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, നമ്മുടെ വാച്ചുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വാച്ചുകൾ കെട്ടുന്നതും സ്വർണ്ണ ബട്ടൺസുകൾ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ സാരിയില് സ്വർണം പോലത്തെ ഒരു സാധനം കുത്തി വെക്കുന്നത്. സാറേ, ഇത് സ്വർണ്ണമല്ല സാറേ ഇതിനകത്തെ വിഷയം. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ 2000 രൂപയുടെ ഓർണമെന്റ്സ് ആണ് പിന്നെ ഓമന ടീച്ചർ ഇടുന്നതെന്ന് പറഞ്ഞു. ഓമന ടീച്ചറിന്റെ പേര് ചോദിച്ചോണ്ട് എപ്പോഴും പുള്ളിക്കാരുടെ പേര് പറയണ്ട, വേണ്ട. ഓക്കെ, അപ്പം അല്ല, 10,000-2,000 രൂപയുടെ ഇമിറ്റേഷൻ ഗോൾഡോ അല്ലെങ്കിൽ പേൾ മാലകളോ അല്ലെങ്കിൽ ഇപ്പോഴേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പിന്നെ വളരെ വില കുറഞ്ഞ ആഭരണങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നതിനെ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അനുവദിക്കുന്നില്ല. 13 കോടിയുടെ വീടാകാവോ സാങ്കുട്ടി? നമുക്ക് അതൊരു ചോദ്യമാണ്. 13 അല്ല 15. സാങ്കുട്ടി, നമ്മുടെ ഇടയിൽ എത്രയോ ആളുകൾ ഇന്നും നിർധനരുണ്ടെന്നറിയാമോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഗുഡ് ന്യൂസിൽ, നമ്മളെല്ലാം ഗുഡ് ന്യൂസ് വർക്ക് ചെയ്താണ്. VMR സാറിൻ്റെ കൂടെ നടന്ന ചാരിറ്റിയിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എനിക്കറിയാം. ഞങ്ങൾ ഇപ്പോഴും സാങ്കുട്ടിക്ക് അറിയാം, 100 കണക്കിന് ക്യാൻസർ രോഗികളെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. മാസം തോറും പൈസ കൊടുത്ത് എത്ര കോണം ഒരു ദിവസം വരുന്നറിയാമോ? ഡയാലിസിസ് രോഗികളെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൈസ അല്ല, 28 പേരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് സഹായിക്കുന്നത്. മനസ്സിലെയും ആർദ്രതയും കരുണയും സ്നേഹവും ചേർത്ത് പിടിക്കലും ഇല്ല എന്നെങ്കിൽ പെന്തിക്കോസ്ത് എന്താണ് സാങ്കുട്ടി? ഈ വാചപടിയിലും അല്പ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നതിലും ഈ ബഹളം വെക്കുന്നതിലും ഈ കാറുന്നതിലും പെണ്ണുങ്ങളെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച് എത്ര മോശമായിട്ടുള്ള ഈ ആഭരണം പറയുന്ന പാർട്ടികൾ സ്ത്രീകളുടെ അവിടെ ലെഗിൻസ് ബ്ലേഡ് കൊണ്ട് കീറിക്കള, അവിടെ തൊടയിൽ ബ്ലേഡിന് വലിയെന്നൊക്കെയാ പറയുന്നത്. അതെ, പരസ്യമായിട്ട് പ്രസംഗിക്കുക. അത് കേട്ട് കുറെ പേര് ചിരിക്കുന്നു, ഉപ്പിയാക്ക് പോലെ ഇരിക്കുന്നുണ്ടല്ലേ അവളെ ബൈക്കിന്റെ പുറകെ വെച്ചോണ്ട് പോവാന്ന്. സ്ത്രീ വിരുദ്ധത. ഒരു സ്ത്രീയെ 15 സെക്കൻഡ് പോയിന്റ് ചെയ്ത് നോക്കിയാൽ 3 വർഷം തടവും 5000 രൂപ പിഴയുമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് പാസ്സായിരിക്കുന്ന നിയമമാണ്. ആ സ്ത്രീയെക്കുറിച്ചാണ് മോശമായിട്ട് പ്രസംഗിക്കുന്നത്. ഇതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. പരസ്യവേദികളിൽ വളരെ മോശമായിട്ട് ഈ സ്ത്രീകളെ അവഹേളിച്ച് പ്രസംഗിക്കുന്ന ഒരു രീതി നമ്മുടെ പല പ്രസംഗകരിലുണ്ട്. ഇനി രോഗശാന്തി,
രോഗശാന്തി ഞാനൊരു തമാശ പറയാൻ കേട്ടോ. ഞാൻ CPM വിശ്വാസം, എൻ്റെ അമ്മയൊക്കെ സിലോൺ പെന്തക്കോസ്റ്റ് മിഷനിലായിരുന്നു. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഹൈറേഞ്ച് താമസം മാറിയപ്പോൾ എനിക്കൊരു 10-20 വയസ്സൊക്കെ അതിന് ശേഷമാണ്. അമ്മ മരുന്നെടുക്കത്തില്ല, ഭയങ്കര ഇതാണ്, അമ്മയെ മരുന്നെടുക്കത്തില്ല. അപ്പനും ഞാനും മരുന്നെടുക്കും. അങ്ങനെ ഇപ്പോൾ വീട്ടിൽ വളർത്തിയ പട്ടിക്കുഞ്ഞിനെ പേവിഷയ ബാധയാണ് സംശയം. ഇതിൻ്റെ ചേഷ്ടകൾ കാണുകയും രാജ്യത്തിൽ ചത്തുപോവുകയും ചെയ്തു. ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. ഇപ്പം ഡോക്ടറുടെ ഫാദറോട് പറഞ്ഞു, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കടിച്ചു കടിച്ചല്ല, വീടിനെ ഇതിനെ കളിപ്പിക്കുക, ഇതിൻ്റെ കലയൊക്കെ വീട് വെച്ചിട്ട് കുഞ്ഞു പട്ടിക്കുഞ്ഞാണ്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വളർത്തിയ പട്ടിക്കുഞ്ഞിന് പേ ഇളകിയെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുത്തിവെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, നിർബന്ധമെന്ന് പറഞ്ഞു. 14 കുത്തിവെപ്പ് ഈ പൊക്കിളിന് ചുറ്റും എടുത്തു. ഒരു 5-8 കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നക്കാമില്ലാതെ പോയി. ഈ കുത്ത് അമ്മ വിശ്വാസത്തിൽ ഉറച്ചിരിക്കുകയാണല്ലോ. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ പേവ എന്ന് ചത്തുപോകുന്നു. പാവം. കാരണം നമുക്ക് ആ ബോധമേ ഉള്ളൂ. അതന്നെ ഇന്നാണെങ്കിൽ അങ്ങനെ അത്രയും കട്ടിയോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും കുത്തി വെക്കണമെന്ന് പറയും. അമ്മ പേടിച്ചു പോയി. അമ്മ പേടിച്ചു പോയി. അമ്മ പേടിച്ചു. അമ്മ ഞങ്ങളെ മുമ്പേ പോയി കുത്തിവെക്കാൻ ആശുപത്രിയിൽ. അപ്പൊ സാങ്കുട്ടി, നമ്മുടെ വിശ്വാസമല്ല ആപേക്ഷികമാണ് സാങ്കുട്ടി. ഒരു ഇഷ്യൂവിന്റെ മുമ്പിലൊക്കെ നമ്മളെല്ലാം പതിരിപ്പോവുകയും നമ്മുടെ വിശ്വാസത്തിൽ ഇത്ര വേറെ 100 കണക്കിന് കഥകൾ ഇതുമായിട്ട് പറയാനുണ്ട്. അപ്പൊ ഇതെല്ലാം മാറുമ്പോഴിപ്പോൾ ഈ മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും അത് അമ്മ മാറിപ്പോയത് കൊണ്ട് വിശ്വാസത്തിൽ പോയെന്നൊന്നും അതിനെ അർത്ഥമാക്കേണ്ട കാര്യം നമ്മൾ കാണുന്നില്ല. പ്രകൃതിയുടെ നിയമങ്ങളാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ, അതിന് ദൈവം ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. സാറേ, അത് സാറേ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യം ഞാനൊന്ന് പറയാം. എൻ്റെ അമ്മയ്ക്ക് 43 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത്. എൻ്റെ അമ്മ മരിക്കുന്നത്. അമ്മ മരണം വരെ മരുന്നെടുത്തിട്ടില്ല. അതികഠിനമായ രോഗം ബാധിച്ച് 40 ദിവസത്തോളം രോഗിയായി കിടക്കുന്നു. സഭയിൽ വലിയ പ്രശ്നം, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം പ്രശ്നം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വളരെ നിർബന്ധം. അങ്ങനെയൊക്കെ ഉണ്ടായ സാഹചര്യത്തിലും എൻ്റെ അമ്മ വിശ്വാസത്തിന് വേണ്ടി നിന്നു, അമ്മയുടെ വിശ്വാസത്തിന് വേണ്ടി. ഇനി വേറൊരു കാര്യം പറയാം. ആദിമകാലത്ത് പെന്തക്കോസ്തുകാർ മരുന്നെടുക്കത്തില്ലായിരുന്നു. ആദിമകാലത്ത് മരുന്നെടുത്താന്നറിഞ്ഞാൽ തിരുവത്താഴം കൊടുക്കത്തില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ ഉപദേശങ്ങളുടെ ഭാഗമായിരുന്നു അത്. പക്ഷെ കാലക്രമേണ ഈ കാര്യങ്ങളൊന്നും ബിബ്ലിക്കൽ അല്ലാത്തതുകൊണ്ട്, ദൈവം രോഗസൗഖ്യം തരും, അത് വേറൊരു വിഷയമാണ്. പക്ഷെ അത് ഉണ്ടെങ്കിലേ നമ്മളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന അടിസ്ഥാന വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമല്ല ഇതൊന്നും. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ചോയ്സാണ്. നമുക്ക് തീരുമാനിക്കാം ഞാൻ മരുന്ന് ചെയ്യണമോ വേണ്ടയോ എന്ന്. രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് വ്യക്തിപരമായി തീരുമാനമെടുക്കാം. എനിക്ക് മരുന്ന് ചെയ്യണോ വേണ്ടയോ എന്ന് വ്യക്തിപരമായി തീരുമാനമെടുക്കാം. നമ്മളിപ്പോൾ ഇടയ്ക്ക് വീടിൻ്റെ കാര്യം പറഞ്ഞ് 13 കോടിയുടെ വീടിൻ്റെ കാര്യം ചോദിച്ചു. ഒരുവൻ അവൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ച് പണിയെടുത്ത് കഷ്ടപ്പെട്ട് അവൻ ഉണ്ടാക്കിയ പണം കൊണ്ടാണ് ഒരു വീട് വെക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ് അത്രയും നല്ല വീട്ടിൽ താമസിക്കുന്നതിൽ അത് ആവശ്യമുണ്ട്. അല്ല, പക്ഷേ അതിനകത്ത് സാറ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കൊരു പോയിന്റ് പറയാനുണ്ട്. വീടിൻ്റെ കാര്യം. ഇപ്പം 13 കോടി രൂപ മുടക്കി വീട് വെക്കാൻ കെൽപ്പുള്ള ഒരു മനുഷ്യൻ, സാമ്പത്തുള്ള മനുഷ്യൻ, അത് അധ്വാനിച്ചോ അല്ലാതെ ആരെങ്കിലും കൊടുത്തോ എന്തെങ്കിലും ആട്ടെ, ഞാൻ പറഞ്ഞത് ഒരു സുവിശേഷ വില കിട്ടിയ കാശ് കൊണ്ട് പണിത അല്ല, ആയിക്കോട്ടെ, സുവിശേഷ വിലയ്ക്ക് വേണ്ടി കിട്ടിയതായിക്കോട്ടെ. ഈ കിട്ടിയ പണം ബാങ്കിൽ വെറുതെ കിടക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാ ഇവൻ ഒരു 13 കോടിയുടെ വീട് വെക്കുന്നത്. അതാ എൻ്റെ ആറ്റിറ്റ്യൂഡ്. അതായത് ഞാൻ അതിൻ്റെ ലോജിക്ക് പറയാം. അതായത് ഒരാൾ 13 കോടി രൂപ സുവിശേഷത്തിന് വേണ്ടി കിട്ടിയ കാശ് എന്തുണ്ട്? അവൻ്റെ ബാങ്കിൽ കിടക്കുക, ആർക്കും ഒരു പ്രയോജനമില്ല, ബാങ്കിന് മാത്രമേ പ്രയോജനമുള്ളൂ. 13 കോടി രൂപ ബാങ്കിലിട്ടേക്കുക. അതേസമയം ഈ 13 കോടി രൂപ മുടക്കി അവനൊരു വീട് വെക്കുമ്പോൾ അതിനകത്ത് ജോലി ചെയ്ത 100 കണക്കിന് ആളുകൾക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുക. 13 കോടി. വികസിത രാജ്യങ്ങളിലെല്ലാം വീട് വെപ്പ് ഒരു വലിയ ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ പണം വെറുതെ കിടക്കുന്നതിനെക്കാട്ടിൽ അതിങ്ങനെ സൈക്കിൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ജനത്തിന് പ്രയോജനപ്പെടുന്ന. അവിടെ തൂത്തുവാരുന്ന ഈ 13 കോടിയുടെ വീട് തൂത്തുവാരണമെങ്കിൽ ഒരു മാസം എത്രായിരം രൂപ അതിന് വേണ്ടി ചെലവാക്കണം. ടൈൽസ് മുതലും മണൽ വരെ എല്ലാം അതിന്റെ ഗാർഡൻ അതെല്ലാം പിന്നീട് പ്രൊഡക്റ്റീവായിട്ട് കുറെ പേരുടെ ഉപജീവനത്തിന് കാരണമായി മാറുക. ഞാൻ പറഞ്ഞത് സുവിശേഷ വിലയ്ക്ക് വേണ്ടി ലഭിച്ച പണം ജനനന്മയ്ക്ക് വേണ്ടി സുവിശേഷീകരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അവൻ ദൈവസന്നിധി കണക്ക് പറയാതെ അവനെ വിടത്തില്ല. അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് ഈ ലോകത്തിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് ഈ പണം ബാങ്കിലിട്ട് വേസ്റ്റാക്കി കളയുന്നതിലും ഏറ്റവും നല്ലത് പ്രൊഡക്റ്റീവായ അല്ലെങ്കിൽ ഇതുപോലൊരു സംവിധാനത്തിലെങ്കിലും ചെലവഴിക്കുന്നതാണ്. നമ്മുടെ വിഷയം മാറിപ്പോയി.
ഒരു കാര്യം കൂടെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കും. സ്വർണ്ണത്തിൽ നിന്ന് പറഞ്ഞങ്ങ് പോവാണ്, വീഡിയോ നീണ്ടു പോവാ. അതെ, ഒരു കാര്യം, ഞാൻ പണ്ടൊരിക്കൽ ക്രൈസ്തവത തുടങ്ങിക്കഴിഞ്ഞ് 2000-ലാണ്, 2 വർഷം കഴിഞ്ഞപ്പം ഈ ആഭരണ വർജനം അത് ബിബ്ലിക്കലി ശരിയാണോ എന്ന് അറിയാനായിട്ട് ഒരു ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ VM മാത്യു സാറാണല്ലോ നമ്മുടെ ഇതിൻ്റെ തലതൊട്ടപ്പം. അപ്പോൾ സാറിനോട് പറഞ്ഞു, സാറേ ഞാനിങ്ങനെ ഒരു ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ആഭരണം ധരിക്കുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല റസലെ. നമ്മുടെ വിദേശത്ത് പോയ പിള്ളേരൊക്കെ ധരിക്കുന്നുണ്ട്, നമ്മുടെ ആളുകളെല്ലാം മറ്റു സ്ഥലങ്ങളിൽ ധരിക്കുന്നുണ്ട്, കേരളത്തിൽ കുറച്ച് പേരെ ധരിക്കാത്തുള്ളൂ. സാർ അതിൻ്റെ വിശദമായിട്ടാണ് സംസാരിച്ചു. പക്ഷെങ്കിൽ കേരളത്തിലെ ബന്ധക്കോസ്തരായ നാം ആഭരണ വർജനം പാലിച്ച് മുന്നോട്ട് ഒരു ഉപദേശ രൂപേണ അത് നമ്മുടെ സഭയിൽ അടിച്ചേൽപ്പിച്ചതിന് ശേഷം ഇനി അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അയഞ്ഞു പോവുക, പുനർചിന്തനത്തിന് നമ്മൾ വിധേയപ്പെടുകയാണ്. അപ്പോൾ അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തപ്പോൾ ശരിയാണ്. പക്ഷേ എങ്കിലും ഞാൻ സാറിനെ ധിക്കരിച്ചിട്ടുള്ള ഏക കാര്യം അതാ. ഞാനൊന്ന് ചർച്ച നടത്തി ഷാജൻ ജോൺ ഇടയ്ക്കാടാണ് ആദ്യം ചർച്ചയ്ക്കുള്ള ലേഖനം തരുന്നത്. ഈ ലേഖനം എഴുതി ക്ലോസ് ചെയ്തത് KC ജോണിന്റെ ലേഖനത്തോട്. ചർച്ച 26 വർഷം മുമ്പുള്ള കാര്യം പറയുന്നത് പേപ്പറുകൾ അന്നും KC ജോൺ ഇത് തന്നെ പറഞ്ഞു. അതായത് അതേ കാര്യം അന്നും പറഞ്ഞത്. അതായത് ഇത് തന്നെയാണ് KC അന്ന് റിട്ടേൺ എഴുതി തന്നു, ഇന്ന് പറഞ്ഞ റിട്ടേൺ എഴുതി തന്നു. എന്നിട്ട് ഈ ആഭരണം പെന്തിക്കോസ്തരുടെ ആഭരണത്തെ വർജനത്തെക്കുറിച്ച് സെനറ്റ് ഓഫ് സറാംപൂരിൽ ബീഡ് ചെയ്ത ഒരു പയ്യൻ ഒരു ഡിസർട്ടേഷൻ എഴുതാനായിട്ട് വീട്ടിൽ വന്നു. ഈ ആഭരണ ചർച്ച യാതൊരു വിഷയം, ആഭരണത്തിന്റെ വിഷയം അത് വന്ന് ഒരു ദിവസം മുഴുവൻ റെഫർ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആ കൂടെ വേറൊരു കാര്യം സാർ പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞു. ചർച്ചിന്റെ പേര് ഞാൻ പറയുന്നില്ല, വാകത്താനത്തുള്ള ഒരു IPC ചർച്ചിൽ ഒരു പട്ടാള മേജർ ഓഫീസർ കാശ്മീരിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വാഗ്ദാനത്തേക്ക് വന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് മകളുമുണ്ട്. അവിടെ ജനിച്ച മകളാണ്, പ്രായപൂർത്തിയായപ്പോൾ അവർ നാട്ടിലെത്തി, റിട്ടയർ ആയി കഴിഞ്ഞു. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഒരു സ്വർണ്ണ കാപ്പുണ്ടായിരുന്നു കയ്യിൽ, സ്വർണ്ണക്കാല്. അപ്പോൾ സഭ 2 തട്ടിലായി. കാരണം ഒരു കൂട്ടർ പറഞ്ഞു ആ തിരുവത്താഴം കൊടുക്കാൻ പാടില്ല, ഒരു കൂട്ടർ പറഞ്ഞു തിരുവത്താഴം കൊടുത്തു. വടക്കേന് ജനിച്ച കുട്ടിയല്ലേ, ഒരു സ്വർണ്ണ കാപ്പിട്ടൊന്നും കുഴപ്പമില്ല. ഇവർ തർക്കമായപ്പോൾ ഇദ്ദേഹം വലിയ മിടുക്കനായ മനുഷ്യർ, പട്ടാളത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥന് സ്ഥാനം വഹിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ പേരും ഈ കാപ്പിൻ്റെ പേരിൽ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അത് ഞാൻ സോൾവ് ചെയ്തോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം പുള്ളിക്കാരൻ ഈ കാപ്പ് കൊണ്ടുവന്ന് വാഗ്ദാനത്തുകൊണ്ടുവന്നൊരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇതൊരു വാച്ചിൻ്റെ ചെയിനാക്കി തരാൻ പറഞ്ഞു. അവനത് കണ്ടിച്ച് മുറിച്ച് നല്ല ഒന്നൊരു ചെയിനാക്കി കൊടുത്തു. പുള്ളി കോട്ടയത്ത് വന്നൊരു വാച്ചും കൂടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ സ്വർണ്ണ കാപ്പ് സ്വർണ്ണ ചെയിനായി, അത് സ്വർണ്ണ വാച്ചായി. പിറ്റേന്ന് ചെന്നപ്പോൾ കാപ്പ് വാച്ചായി കിടക്കുന്നു. ആർക്കും പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കപടമായ ഒരു ആത്മീയത നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്നത്. നമ്മൾ സത്യത്തിൽ നമ്മൾ ലേഖനങ്ങളെല്ലാം വായിച്ചു. കർത്താവ് പറഞ്ഞ ശ്രീകന്മാരുടെ പറഞ്ഞ ജീവിതം കൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. എന്നാൽ ആർഭാട ജീവിതവും അനാത്മീയമായ കണ്ടുവാനും സ്വർണം വാങ്ങി അണിഞ്ഞിപ്പം മറ്റൊരു നടക്കുകയും അങ്ങനെയുള്ള ഒരു ജീവിതം അത് പാടില്ല. അത് തീർച്ചയായും അത് സാറേ, അതാ ഈ വിഷയം. ഇപ്പം നമ്മൾ ആഭരണം ധരിക്കുന്ന ഒരു മിനിമം ലെവലിൽ ആഭരണം ധരിക്കുന്നതിനെ കുറിച്ചല്ല ഈ ദൈവവചനം പറയുന്നത്. ദൈവവചനം പറയുന്നത് നീ ആർഭാടത്തിന് വേണ്ടിയിട്ട് അമിതമായി നിന്നെ തന്നെ അലങ്കരിക്കുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ വീട് വെക്കുന്നത് ഇതേ ആർഭാടമാണ്. തീർച്ചയായും വലിയ കോടികളുടെ കാർ വാങ്ങുന്നത് ഇതേ ആർഭാടമാണ്. ഒരു കയ്യിലും കഴുത്തിലും എല്ലാം ആഭരണം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ആവശ്യത്തിലധികമായ മറ്റു ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ആളും ചെയ്യുന്നത്. രണ്ടും ഒരേ കുറ്റമാണ് ദൈവസന്നിധിയിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ കപടതയാണ് നമ്മളെന്ന് പറയുമ്പോൾ IPCയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമേ എന്തുള്ളൂ ഈ നിയമം ഉള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു ആചാരമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. IPCയുടെ തമിഴ്നാട് റീജിയൻ, ആന്ധ്ര റീജിയൻ അല്ലെങ്കിൽ മറ്റെല്ലാ സ്റ്റേറ്റിലും ആളുകൾ ആഭരണം ഇടുന്നവരാണ്. അവരാണ് ഒന്നിച്ച് കുമ്പനാട് വന്ന് നമ്മൾ ഒന്നിച്ച് അവരുടെ കൂടെ തിരുവത്താഴം കഴിക്കുക. ഒരു ബുദ്ധിമുട്ടും ഇല്ല. IPCയുടെ ജനറൽ പ്രസിഡന്റ് ആയിരുന്ന പാസ്റ്റർ പരംജ്യോതി കുവൈറ്റിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് വന്നപ്പോൾ 8 പവൻ്റെ ഒരു മാല, ആ മാലയുടെ അറ്റത്തൊരു കുരിശ് ഉണ്ടായിരുന്നെന്ന് അത് കണ്ട
ഒരാൾ കൃത്യമായിട്ട് എന്നോട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇതിനെ ആവശ്യമില്ലാത്ത ഒരു വിവാദമാക്കി, ആവശ്യമില്ലാത്ത ഒരു വിഷയമാക്കി, ഇതിനെ ചർച്ച ചെയ്ത് കുളവാക്കി ഒരു ദൈവദാസനെ അവഹേളിക്കുകയും അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രായോഗികത എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ പറഞ്ഞത് 100% കറക്റ്റ് തന്നെയാണ്. അതെ, ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഞാനിപ്പോൾ മോഹൻ ടീച്ചറിന്റെ പേര് പറയണ്ടെന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞു പോവാണ്. 80 സ്വന്തം ഭാര്യയല്ലേ പറഞ്ഞു, ഞാൻ അനുവദിച്ചേക്കുന്നു. 80 മുണ്ടക്കയം ഹൈസ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് വന്ന സമയത്ത് അവിടുത്തെ ഈ അധ്യാപകരുടെ ഈ ചർച്ച, ഈ അന്ന് കല്യാണം കഴിക്കാത്ത ടീച്ചേഴ്സാണ് അന്നുള്ളത്, 80കളിലാണ് നടക്കണേ. ഒരുപാട് ടീച്ചർ, അതിൽ പല ആളുകളും പറയുമായിരുന്നു, പറഞ്ഞു നിങ്ങളെപ്പോലെ പെന്തക്കോസ്തുകാരിൽ മദ്യപിക്കാത്ത, കള്ള് കുടിക്കാത്ത പുരുഷന്മാരെ കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് ടീച്ചേഴ്സിനെല്ലാം ഇഷ്ടം. പല ടീച്ചേഴ്സും പറയുമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആഭരണം ഇടാൻ സമ്മതിക്കുകയില്ല. അപ്പം നമ്മൾ പറയും ആഭരണം അങ്ങനെ പറയുന്നത് അവരുടെ രക്ഷിക്കപ്പെടാത്തതുകൊണ്ടാണെന്നും എന്താണ് ആത്മീയതയിൽ എത്താത്തതുകൊണ്ടാണെന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കും. പക്ഷെ അവരുടെ ചിന്ത അങ്ങനെയാണ്. ഈ ആഭരണത്തിൽ പിടിക്കാതിരുന്നിരുന്നെങ്കിൽ ഇന്ന് മർത്തോമാ സഭയുടെ പകുതിയെ കാണുകൊണ്ടായിരുന്നു കാണുകയില്ലായിരുന്നു. അത് കേസിയോട് പറഞ്ഞ കറക്റ്റാണ്. അപ്പം സഹോദരി, നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ ധാർമ്മികതയുള്ള ജീവിതം, സത്യസന്ധമായ ജീവിതം, വിശുദ്ധമായ ജീവിതം, ഉപദേശങ്ങൾ പാലിക്കുന്നതിൽ കൃത്യത പാലിക്കുക, സഹജീവികളെ സഹായിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതശൈലിയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും പുതിയ നിയമത്തിൽ എവിടെ അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ആവശ്യമില്ലാത്ത ഈ പ്രായമുള്ള മനുഷ്യൻ ഇത്രയും ദീർഘനാളുകളിൽ ദൈവവിളിക്ക് വേണ്ടി ശക്തിയായി നിന്ന പാസ്റ്റർ കെ സി ജോണിനെ പോലുള്ള ആളുകളെ ഈ പീക്കിരി പിള്ളേർ അവിടെ നിന്ന് വിമർശിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് സങ്കടം തോന്നിട്ട് ബുദ്ധിമുട്ടും തോന്നാറുണ്ട്. അതിൻ്റെ അത് അല്ല, അദ്ദേഹം പണ്ട് മുതലേ പറയുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോയിൽ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പാസ്റ്റർ ഇത് നേരത്തെ പറയാതിരുന്നതിൻ്റെ കാരണം ഇതാണ്, സഭ പിന്തുടരുന്ന ഒരു രീതി, നല്ല രീതി, അതിനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് പുള്ളി ഫോളോ ചെയ്തു. പുള്ളിയോ പുള്ളിയുടെ കുടുംബാംഗങ്ങളോ ആരും എന്ത് ചെയ്യുന്നില്ല, ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നില്ല. പക്ഷേ അത് ബിബ്ലിക്കലല്ല എന്നുള്ള കാര്യം, അതിനെ ഈ പറയുന്ന ഉപദേശത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ദൈവ മക്കൾ അല്ലെങ്കിൽ ദൈവജനം, പെന്തക്കോസ്ത് വിശ്വാസികൾ കൃത്യമായി നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം ചിന്തിക്കണം. ഒരിടത്ത് ആഭരണം അനുവദിക്കുകയും അതേ സഭയുടെ മറ്റൊരിടത്ത് ആഭരണം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അത് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ മാലയിട്ടെന്നുള്ളതോ ഒരു വെഡ്ഡിംഗ് റിംഗ് ഇട്ടെന്നുള്ളതോ ഒരു സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമായ ഒരു പാപമായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ ഈ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നത് തികച്ചും തെറ്റാണ്. ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് പറയേണ്ട വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.